ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. அவர் ஏதாவது பண்ணிருக்குமா? தெரியலையே, അറിയില്ല. എന്താ ശരവണ നീ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. കേട്ടോ അമ്മാവ, നമ്മുടെ വീട്ടില് സന്തോഷം വന്നാലും സങ്കടം വന്നാലും അതിന്റെ അളവ് അറിയണമെങ്കിൽ ശരവണന്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി. ചായ. ചായ അല്ല മോനെ, ഈ ആശുപത്രിയിലെ എല്ലാരും ഉണ്ടല്ലോ. പിന്നെ ഹരി അവനും പോയിട്ടുണ്ട്. അതുകൊണ്ട് മോൻ തിരക്ക് പിടിച്ചത് അങ്ങോട്ടൊന്നും പോകണമെന്നില്ല. അയ്യോ, പോണമെന്നുണ്ട്. നിത്യയുടെ കാര്യമല്ലേ. എടീ, അമ്മയോട് ചോദിച്ചിട്ടെ നിത്യക്ക് കുടിക്കാൻ കഞ്ഞിയോ മറ്റോ വേണമെങ്കിൽ അതൊന്ന് റെഡിയാക്കി വെക്കേ കേട്ടോ. പിന്നെ ശരവണ, സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചോളാം. ഓക്കെ? അമ്മ സാർ. വേറെ ഒന്നുമില്ല അല്ലേ? ഓക്കെ. പോലീസ് എന്താ സാറേ? ഇവിടെ ആരാ ജീവൻ? ഞാനാ സാറേ. എന്താ സാർ? തന്നോടേ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ വരാൻ എസ് ഐ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്നോളാം. കൂട്ടി കൊണ്ടുവരാനാ പറഞ്ഞിരിക്കുന്നത്. അല്ല സാറേ, എന്നെ വിളിപ്പിക്കേണ്ട കാര്യം എന്താ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊക്കെ അവിടെ ചെല്ലുമ്പോ എസ് ഐ സാർ പറഞ്ഞോളൂ. തമാ. അതെ സാറേ, ഒരാളെ വിളിച്ചോണ്ട് പോകുമ്പോഴേ അതിന്റെ കാരണം പറയണമെന്നുള്ള നിയമം ഇല്ലേ? നിങ്ങളാരാ? ഞാൻ വകയിലൊരു അമ്മാവൻ. പിടിച്ചോണ്ട് പോവാണെങ്കിൽ അങ്ങനെ പറയണമെന്നൊരു നിയമമുണ്ട്. ഇത് വളരെ മാന്യമായിട്ട് കൂട്ടിക്കൊണ്ടുപോകല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വേണോ? അല്ല, മാന്യമായിട്ടാണല്ലേ. ജ്യോതി മോളെ, പേടിക്കണ്ട. എന്തെങ്കിലും സംശയം ചോദിക്കാനോ ഏട്ടന്റെ കൂട്ടുകാരുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. വാടോ. ശരി. അല്ല, മാന്യമായിട്ടാ, പേടിക്കാവൊന്നുമില്ല. എന്നാ സാർ ഇത്? എതൊക്കെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? അവർ ഏതാവത് പണിയെടുക്കുമാ? തെരിയില്ലേ, അറിയില്ല. ഏട്ടന്റെ സ്വഭാവം എന്താണെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. അന്വേഷണത്തിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണം കാണും. ഞാൻ എന്തായാലും ഹരിയെ ഒന്ന് വിളിക്കട്ടെ. സമാധാനമായിട്ടിരിക്കും മോള്. ഇങ്ങ് താമ. നിത്യ, ആർ യു ഓക്കെ നൗ? ഓക്കെയാണ് മാഡം. റിപ്പോർട്ടെല്ലാം നോർമൽ ആയിട്ടുണ്ട്. ഞാൻ ഡിസ്ചാർജ് എഴുതാൻ പറയാം. ഒരു ദിവസം ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ എന്ന് കരുതിയാ ഞാനിവിടെ കിടത്തിയത്. 2-3 ദിവസം നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് ടെൻഷനൊന്നും അടിക്കണ്ട. താൻ നല്ല എഡ്യൂക്കേറ്റഡ് ആയ കുട്ടിയല്ലേ, ഒന്ന് പ്രാക്ടിക്കലായി ചിന്തിക്ക്.
ശരി മാഡം. സിസ്റ്റർ ഡിസ്ചാർജ് എഴുതിക്കോളൂ. ശരി ഡോക്ടർ. ബില്ലിങ്ങിനും മറ്റുമായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. ഡോക്ടറിന് അങ്ങനൊക്കെ പറയാം. ഇതും കേട്ടോണ്ട് നമ്മുടെ വീട്ടിലേക്ക് ചെന്ന് കയറാൻ പറ്റില്ലല്ലോ. ഏറ്റവും വലിയ ടെൻഷൻ അവിടെയല്ലേ. ഹലോ. ആ എടാ ഹരി, ഞാൻ കുറെ നേരമായിട്ട് നിന്നെ വിളിക്കുവാ. എടാ നിന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്താ അമ്മാവ? എടാ കുറച്ചു മുമ്പ് ഇവിടെ പോലീസുകാർ വന്നിരുന്നേ. എന്തിന്? എടാ അവര് വന്നിട്ട് ജീവൻ ആരാണെന്ന് ചോദിച്ചു. എടാ എസ് ഐ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു പറഞ്ഞിട്ട് അവര് വണ്ടി കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. അമ്മാവൻ അവരോടൊന്നും ചോദിച്ചില്ലേ? ആ എടാ ഞാൻ ചോദിച്ചായിരുന്നു. പക്ഷെ പോലീസുകാരുടെ സ്വഭാവം നിനക്കറിയാമല്ലോ. ഏതാ വിളിപ്പിച്ചതല്ലേ ഉള്ളൂ, അറസ്റ്റ് ചെയ്തില്ലല്ലോ എന്നാണ് അവര് പറഞ്ഞത്. അല്ല ഇതിപ്പോ ആ ജീവന്റെ സ്വഭാവം വെച്ച് അറസ്റ്റ് ആണോ അല്ലയോ എന്ന് ആർക്കറിയാം. കയ്യിലിരിപ്പ് അങ്ങനെയാണല്ലോ. ആ എടാ ഹരി, പിന്നെ ശരവണനെ അയാളിപ്പോ ഇവിടുന്ന് പുറപ്പെട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. നീയെ സുജാതയോടൊന്ന് ആലോചിച്ചിട്ട് പോയി അന്വേഷിക്കണോ വേണമെന്നോ ഒന്ന് തീരുമാനിക്ക്. ആ ശരി എന്നാ. തലയ്ക്ക് വെളിവില്ലാതെ പിടിച്ച പോലീസുകാർ എന്ത് ചെയ്യാനാ? എന്താ ഹരി? അവിടെ വീട്ടില് ജീവൻ അന്വേഷിച്ച് പോലീസുകാർ വന്നിരുന്നു എന്ന്. അവര് ജീവനെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്തെങ്കിലും ചെയ്തു കാണും. അല്ലെങ്കിൽ വെറുതെ വീട്ടിലിരിക്കുന്നവരെ അന്വേഷിച്ച് പോലീസ് വരില്ലല്ലോ. ഹരി, എന്താ കാര്യം ഒന്ന് പോയി അന്വേഷിക്കോ? ആരെങ്കിലും ഒന്ന് അന്വേഷിച്ച് പോവാതെ എങ്ങനെയാ? തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാനാ പോലീസും കോടതിയും ഒക്കെ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥയില് ജീവൻ ഒരു തെറ്റും ചെയ്യില്ല.